Welcome to Plant Sapiens. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ C4 സൈക്കിളാണ് എടുക്കുന്നത്. ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ടുള്ള ഡാർക്ക് റിയാക്ഷനിൽ വരുന്ന C3 സൈക്കിൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്ന കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള C4 സൈക്കിൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണുള്ള ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആസ് യൂഷ്വൽ C4 സൈക്കിളിന് വേറെ 4 പേരുകൾ കൂടിയുണ്ട്. അതാണ് ഒന്നാമത്തത് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. കാരണം ഹാച്ച് ആൻഡ് സ്ലാക്ക് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റാണ് ഈ ഒരു സൈക്കിൾ കണ്ടുപിടിച്ചത്. രണ്ടാമത്തത് ഡൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ആസിഡ് ആണ്, ഇവിടെ എസ് അല്ല എ ആണ്. ഡൈ കാർബോക്സിലിക് ആസിഡ് 2 കാർബൺ ഉള്ള ഒരു സൈക്കിൾ, കാർബോക്സിലിക് ആസിഡ് ഉള്ള സൈക്കിളാണിത്. പിന്നെ അത് ബീറ്റ കാർബോക്സിലേഷൻ പാത്വേ. നെക്സ്റ്റ് വൺ കോഓപ്പറേറ്റീവ് ഫോട്ടോസിന്തസിസ്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കോഓപ്പറേറ്റീവ് ഫോട്ടോസിന്തസിസ്. ഈ 4 എണ്ണമാണ് C4 സൈക്കിളിൻ്റെ വേറെ പേരുകൾ. അപ്പം എന്താണ് സൈക്കിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു C4 സൈക്കിളിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയേണ്ടത്, ഈ ഒരു C4 സൈക്കിളിൽ C3 സൈക്കിളും നടക്കുന്നുണ്ട്, C4 സൈക്കിളും നടക്കുന്നുണ്ട്. പിന്നെ ഒരു C4 പ്ലാന്റ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രാൻസ് അനാട്ടമി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എന്താണ് ക്രാൻസ് അനാട്ടമി എന്ന് വെച്ചാൽ, ഇവിടെ 2 ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഒരു ഫോട്ടോസിന്തസിസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് മീസോഫിൽ സെൽസിൽ കാണുന്നതും ഒന്ന് ബണ്ടിൽ ഷീറ്റിൽ കാണുന്നതും. മീസോഫിൽ സെൽസിലുള്ള ഗ്രാനുലാർ ക്ലോറോപ്ലാസ്റ്റും രണ്ടാമത്തത് അഗ്രാനുലാർ ക്ലോറോപ്ലാസ്റ്റും ആയിരിക്കും. 2 ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അനാട്ടമിയെ ക്രാൻസ് അനാട്ടമി എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം C3 സൈക്കിളിൽ ഫസ്റ്റ് കാർബൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് RUBP ആയിരുന്നു. പക്ഷെ ഇവിടെ ഫസ്റ്റ് കാർബൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മീസോഫിൽ സെൽസിൻ്റെ ഉള്ളിലേക്ക് ചേർന്നിട്ട് അത് ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ഇപ്പോൾ ഈ ഒരു ബൈകാർബണേറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് PEP ആണ്, ഫോസ്ഫോ ഈനോൾ പൈറൂവിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോസ്ഫോ ഈനോൾ പൈറൂവിക് ആസിഡ് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്ത് PEP കാർബോക്സിലേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറും. ഈ ഒരു ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഈ ഒരു ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്, 4 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഫസ്റ്റ് ഫോംഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു C4 സൈക്കിൾ എന്നുള്ള പേര് വന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് മാലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർഷൻ നടക്കുന്നത് മീസോഫിൽ സെൽസിൽ തന്നെയാണ്. മാലൈറ്റ് സിന്തേസ് അല്ലെങ്കിൽ മാലൈറ്റ് ഡീഹൈഡ്രോജനേസ്, ഈ 2 ഏതെങ്കിലും ഒരു എൻസൈമിന്റെ പ്രസൻസിലാണ് ഈ ഒരു മാലൈറ്റ് അല്ലെങ്കിൽ മാലിക് ആസിഡിന്റെ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു NADPH നിന്ന് ഒരു NADPH യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ മാലൈറ്റ് എന്ത് ചെയ്യും, മീസോഫിൽ സെൽസിൽ നിന്ന് നേരെ ബണ്ടിൽ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ആകും. ശേഷം നടക്കുന്ന പ്രോസസ്സാണ് ബണ്ടിൽ ഷീറ്റിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മാലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്, ഒരു 4 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് മാലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാലൈറ്റ് എന്ത് ചെയ്യും, നേരെ മാലൈറ്റ് എന്താക്കിയിട്ട് മാറ്റും, പൈറുവേറ്റ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഈ ഒരു പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ മോളിക്യൂളാണ്. ഇവിടെ ഓക്സാലോ അസിറ്റിക് ആസിഡ് 4 കാർബൺ ആണ്, മാലിക് ആസിഡ് 4 കാർബൺ ആണ്. പക്ഷെ ബണ്ടിൽ ഷീറ്റിൽ എത്തിയിട്ട് മാലിക് എൻസൈമിന്റെ പ്രസൻസിൽ പൈറുവേറ്റ് ആയിട്ട് മാറുമ്പോൾ ഈ ഒരു പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, 3 കാർബൺ കോമ്പൗണ്ട് ആണ്. മാലിക് ആസിഡ് 4 കാർബൺ ആണ്, പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ അവിടെ ഒരു കാർബൺ ഉണ്ടല്ലോ, ആ ഒരു കാർബൺ അല്ലെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മളുടെ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിളിലേക്ക് പോയിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അവിടെ ഒരു NADPH യൂസ് ചെയ്യുന്നുണ്ട്, അവിടെയും ഒരു എനർജി യൂസ് ചെയ്യുന്നുണ്ട്. 2 പ്രോസസ്സായി, 2 NADPH നമ്മൾ യൂസ് ചെയ്തു. ഇനി ഒരു പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറൂവിക് ആസിഡ് 3 കാർബൺ മോളിക്യൂൾ എന്ന് പറയുന്നത് തിരിച്ച് മീസോഫിൽ സെൽസിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്ന് പൈറുവേറ്റ് ഫോസ്ഫേറ്റ് ഡൈകൈനേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിൽ പൈറുവേറ്റിനെ എന്താക്കിയിട്ട് മാറ്റും, തിരിച്ച് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് തന്നെ ആക്കിയിട്ട് മാറ്റും. അവിടെ ATP യൂസ് ചെയ്യുന്നുണ്ട്. ATPയിൽ ഒരു ബ്രേക്ക് അല്ല 2 തവണ ബ്രേക്ക് ചെയ്തിട്ട് 2 ഫോസ്ഫേറ്റ് കളഞ്ഞിട്ട് AMP ആക്കിയിട്ട് മാറ്റും, അഡെനോസിൻ മോണോഫോസ്ഫേറ്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇതാണ് ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്.
പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്നൊക്കെ പറയുന്നത് പ്രൈമറി കാർബൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരായിരുന്നു? പ്രൈമറി കാർബൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഫോം ചെയ്ത കോമ്പൗണ്ട് ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. അതൊരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്, ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ C4 സൈക്കിൾ അല്ലെങ്കിൽ ഡൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നു. പിന്നെ ഈ ഒരു C4 പ്ലാന്റ്സിന് ട്രാൻസ് അനാറ്റമി പ്രസന്റ് ആണ്. അതായത് അവിടെ ഡൈമോർഫിക് 2 രീതിയിലുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ട്. മീസോഫിലില് ഗ്രാന്യൂൾസ് പ്രസന്റ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റും ബണ്ടിൽ ഷീറ്റില് ഗ്രാന്യൂൾസ് ഇല്ലാത്ത ക്ലോറോപ്ലാസ്റ്റും. ഇനി ഒരു C4 സൈക്കിളിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. നമ്മൾ C3 സൈക്കിൾ പഠിക്കുമ്പോൾ അവിടെ ഫോട്ടോ റെസ്പിറേഷന്റെ ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റുബിസ്കോഡ് ആ ഒരു അഫിനിറ്റി കാർബൺ ഡൈ ഓക്സൈഡിനെക്കാളും ഓക്സിജന്റെ കേസിലാക്കി വരിക. പക്ഷേ ഇവിടെ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് ലോ കോൺസെൻട്രേഷൻ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫോട്ടോ റെസ്പിറേഷൻ ഇവിടെ ചാൻസ് ഇല്ല. അപ്പോൾ ഇവ നടക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് മെയ്സ്, ഷുഗർ കെയിൻ, സോർഗം, അമരാന്തസ് എന്നിവ. ഇതാണ് C4 സൈക്കിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.